ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിർव्यसेम देवहितं यदायुः. स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु. ओम शांति शांति शांति. स एव माया परिमोहितात्मा शरीरमास्थाय करोति सर्वं स्त्रियन्नपानादिविचित्रभोगैः स एव जाग्रत्परितृप्तिमेति. स्वप्ने स जीवः सुखदुःखभोक्ता स्वमायया कल्पितजीवलोके सुषुप्तिकाले सकले विलीने तमोभिभूतः सुखरूपमेति. पुनश्च जन्मान्तरकर्मयोगात् स एव जीवः स्वपिति प्रबुद्धः पुरत्रये क्रीडति यश्च जीवः ततः सुजातं सकलं विचित्रम्. आधारमानन्दमखण्डबोधं यस्मिन् लयं याति पुरत्रयं च. അവിടെ ഈ ജാഗ്രസ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്ന് പുരങ്ങളിൽ താദാത്മ്യഭാവത്തോടുകൂടി കറങ്ങുന്നതാണ് ഈ സംസാരത്തിൻ്റെ മുഴുവൻ മൂലകാരണം. അതാണ് തതഃ സുജാതം സകലം വിചിത്രം എന്ന് പറഞ്ഞു. ഈ വിചിത്രമായിരിക്കുന്ന സകലവും അതിൽ നിന്നുണ്ടാവുന്നു. അപ്പം എങ്ങനെ അതില്ലാതാകും? ഈ ജാഗ്രസ്വപ്ന സുഷുപ്തികൾക്ക് പുറമേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? സാധ്യമല്ല. ഏതൊരു വ്യക്തിയും ശരീരമുള്ള കാലത്തോളം, അത് പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ ആരോ ആവട്ടെ, ജാഗ്രസ്വപ്ന സുഷുപ്തികളിലൂടെ തന്നെ കടന്നു പോകണം. അപ്പം അതില്ലാതാവുക എന്നുള്ളതില്ല. പിന്നെന്താ ഉള്ളത്? അവിടെയാണ് ഇതിൻ്റെ എല്ലാം അധിഷ്ഠാനം എന്തെന്നറിയുക. അതിന് വാസ്തവത്തിൽ ജാഗ്രസ്വപ്ന സുഷുപ്തികളെ നമ്മൾ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിൻ്റെ പോലും അധിഷ്ഠാനമായ സത്യം എന്താണ്, ഏതൊരു സത്യത്താലാണ് ഇതെല്ലാം പ്രവർത്തിതമാകുന്നത്, അത് തിരിച്ചറിയുകയാണ്. അതാണ് പറയുന്നത് ആധാരം. ഈ അവസ്ഥാഭേദങ്ങൾക്കൊക്കെ ആധാരമായിരിക്കുന്ന, ആധാരം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ധരിക്കുന്നതാണ്, ധരിക്കുന്നതാണ്. അടിസ്ഥാനം, ആധാരം എന്നൊക്കെ പറയാം. ആനന്ദം കേവലമായ ആനന്ദമാണ്. ജാഗ്രസ്വപ്ന സുഷുപ്തികൾ ജാഗ്രത്തും സ്വപ്നവും സുഖദുഃഖാദി അനുഭവങ്ങളുടെ മേഖലയാണെങ്കിൽ, തമസിനാൽ അഭിഭവം ചെയ്യപ്പെട്ട് കീഴ്പ്പെടുത്തപ്പെട്ട് സുഖരൂപത്തെ പ്രാപിക്കലാണ് സുഷുപ്തി.
എന്നാൽ പാരമാർത്ഥികമായ ആനന്ദമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ആനന്ദ സ്ഫുരണം എന്ന് പറയുന്നത്. ആനന്ദമാണെന്ന് പറയാൻ പറ്റില്ല. ആനന്ദമായിരുന്നെങ്കിൽ സുഷുപ്തി അനുഭവം കൊണ്ട് തന്നെ മുക്തരാകേണ്ടതായിരുന്നു. ആനന്ദ സ്ഫുരണമാണ്. അതിനും അടിസ്ഥാനമായിരിക്കുന്ന ആനന്ദം, അതാണ് ആധാരം. ഈ അവസ്ഥാത്രയത്തിനും ആധാരമായിരിക്കുന്നത്. സകല പ്രപഞ്ച വികാരങ്ങൾക്കും ആധാരമായിരിക്കുന്നത്. അഖണ്ഡബോധം. അഖണ്ഡബോധം അഖണ്ഡബോധമാണ്. അഖണ്ഡബോധം എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമല്ലാത്ത ഖണ്ഡിതം മുറിക്കപ്പെടുന്ന, അപ്പോൾ ശരിയായി, പെടാത്ത. ഈ മുറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദേശം, കാലം, അവസ്ഥയ്ക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾക്കനുസരിച്ച് ഖണ്ഡിതമാകുന്നത് പോലെ, അഥവാ ദേശകാലാദികൾക്കനുസരിച്ച് ഖണ്ഡിതമാകുന്നത് പോലെ. അങ്ങനെയാണ് സാധാരണ നമ്മുടെ വ്യാവഹാരിക തലം. എന്നാൽ കേവലമായ ബോധം അഖണ്ഡമാണ്. അവിടെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയാദി പരിമിതികളോ ദേശകാല വസ്തുവാദി പരിമിതികളോ ഇല്ല. പൂർണ്ണം, അഖണ്ഡം, പൂർണ്ണം. അപ്പം അഖണ്ഡബോധമാണ്. ആ അഖണ്ഡബോധം തന്നെയാണ് ആനന്ദം. അഖണ്ഡബോധത്തെ നമുക്ക് ചിത്തെന്ന് പറയാം. ആധാരമായിരിക്കുന്ന സത്യത്തെ നമുക്ക് സത്തെന്ന് പറയാം. ആധാരം എന്നുള്ളതിന് സത്തെന്ന് പറയാം. എന്നാൽ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ഈ മൂന്നവസ്ഥകളുടെയും ആധാരം എന്നുള്ള അർത്ഥം നിരൂപണം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം അത് പറയാതിരുന്നത്. അപ്പം മൂന്നവസ്ഥകളുടെയും ആധാരമായിരിക്കുന്ന, അടിസ്ഥാനമായിരിക്കുന്ന ഉണ്മയെന്ത്, സത്യമെന്ത്, അത് ആനന്ദമാണ്. ആ ആനന്ദം അഖണ്ഡബോധമാണ്. നോക്കൂ, വ്യഷ്ടി സമഷ്ടി ഏകതയും ജീവപര ഐക്യവുമൊക്കെ ശാസ്ത്രത്തിൻ്റെ വിഷയമാണ്. കാരണം ശാസ്ത്രത്തിലൂടെ, പ്രമാണമായ ശാസ്ത്രത്തിലൂടെ മാത്രമേ ബ്രഹ്മത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. ബ്രഹ്മസംബന്ധിയായി ശാസ്ത്രം മാത്രമാണ് പ്രമാണം. എന്നാൽ ജീവൻ്റെ സ്വരൂപം എന്താണ്, ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുന്നതിന് ഒരു ശാസ്ത്രവും നമുക്ക് ആവശ്യമില്ല. ഞാൻ ആര്, ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണ് എന്ന ബോധം, അതിന് ഒരു ശാസ്ത്രവും ആവശ്യമില്ല. ഒറ്റയ്ക്കിരുന്ന് എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല സൂക്ഷ്മ ശരീരവുമായിട്ടുള്ള താതാത്മ്യത്തിൽ നിന്ന് വിട്ടുമാറി, ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ നിന്ന് വിട്ടുമാറി ചിന്തിക്കാൻ മാത്രം കഴിഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ ആര് എന്ന ആലോചന നമ്മൾ ചെയ്താൽ ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണെന്ന് നമുക്കൊക്കെ മനസ്സിലാവും. ഒരു ശാസ്ത്രവും ആവശ്യമില്ല, ഒരു ഉപനിഷത്തും ആവശ്യമില്ല. അത് വിശദമായി ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ആ ദിശ മാത്രം പറയാം. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ അവ നിരന്തരം മാറി വന്നവയാണ്, വരുന്നവയാണ്. ഒരവസ്ഥയിലുള്ള അനുഭവമോ ഒരവസ്ഥയോടുള്ള താതാത്മ്യമോ മറ്റൊരവസ്ഥയിലില്ല.
ശൈശവത്തിലുള്ള എൻ്റെ ശരീരവും യൗവനത്തിലുള്ള എൻ്റെ ശരീരവും വാർദ്ധക്യത്തിലുള്ള എൻ്റെ ശരീരവും ഒരു സാമ്യം പോലുമില്ല, ഒന്നുമില്ല. ഈ മൂന്നവസ്ഥകളിലുള്ള എൻ്റെ അനുഭവങ്ങളുടെ ആ ഒരു ഭാവം വിഭിന്നമാണ്. പക്ഷെ ഞാൻ മാറാതെ ഈ മൂന്നിലും നിൽക്കുന്നുണ്ട്. മൂന്നിലും ഞാൻ മാറാതെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ അനുഭവങ്ങൾ വിഭിന്നങ്ങളാണ്. പക്ഷെ ഞാൻ മാറാതെ നിൽക്കുന്നുണ്ട്. മൂന്നവസ്ഥകളെയും അനുഭവിച്ച ഞാൻ ഏകനാണ്. ഇങ്ങനെ ശൈശവാദി അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചാലും ജാഗ്രതാദി അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചാലും ഞാൻ ഉള്ളവൻ തന്നെ, ഞാൻ മാറ്റമില്ലാതെ നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഉപനിഷത്തൊന്നും വേണ്ട. അതിനൊരു പേര് സത്ത് എന്ന് പറയണം. ആ സത്ത് എന്നുള്ള പേര് ചിലപ്പോൾ നമുക്ക് ഉപനിഷത്ത് നിന്ന് കിട്ടിയതായിരിക്കാം. പേരെന്ത് തന്നെയാണെന്ന് വെച്ചാലും ആശയം സത്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ശൈശവാദി അവസ്ഥകളിലുള്ള വിഭിന്നങ്ങളായ അനുഭവങ്ങളെ അറിഞ്ഞവൻ ഞാനാണ്, എന്നിൽ നിന്ന് ഭിന്നനല്ല. അതുപോലെ ജാഗ്രതാദി അവസ്ഥകളിലെ അനുഭവങ്ങളെ നേടിയവൻ ഞാനാണ്, അറിഞ്ഞവൻ ഞാനാണ്. അപ്പം ഞാൻ അറിവിൻ്റെ സ്വരൂപമാണ്. ചിത്ത്. 3, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. എന്ന് മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ് എനിക്ക് ഏറ്റവും സുഖം അഥവാ ആനന്ദസ്ഫുരണം. കൂട്ടുകൂടുമ്പോ വിഷയസുഖങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ് ആനന്ദസ്ഫുരണം. സുഷുപ്തിയിൽ വേറെ ആരും കൂടെയില്ല. ഈ പരിശോധന കൊണ്ട് ഞാൻ ആനന്ദമാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണെന്നറിയാൻ ഒരു ശാസ്ത്രവും വേണ്ട. തന്നിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി ഞാൻ ആര് എന്ന് ചിന്തിച്ചാൽ മതി. എന്താണ് എൻ്റെ സ്വരൂപം? ഈ ത്വംപദ നിരൂപണമാണ് വാസ്തവത്തിൽ ഭഗവാൻ രമണ മഹർഷിയൊക്കെ ലോകത്തിന് നൽകിയത്. ത്വംപദ നിരൂപണമാണ്. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണെന്നുള്ളത് ശരി തന്നെ, അത് ആനന്ദം നൽകുന്നുണ്ട് ആ ബോധം. തീർത്തും അതിൽ തന്നെ ലീനനായി കഴിയാമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് തൻ്റെ പരിമിതി പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. പരിമിതി നീങ്ങണമെങ്കിൽ ഞാൻ അപരിമിത സ്വരൂപനാണെന്നറിയണം. അപരിമിത സ്വരൂപനാണെന്നറിയണമെങ്കിൽ ഈ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് അപരിമിതമായ ബ്രഹ്മമെന്നറിയണം. ബ്രഹ്മവിഷയത്തിൽ ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ, അത് ശാസ്ത്രമാണ്, വേദാന്തമാണ്. അത് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. അത് കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ട് പ്രയോജനമില്ല. അവിടെ വേദാന്ത പ്രമാണം തന്നെയേ ഉള്ളൂ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നത്, ബോധിപ്പിക്കുന്നത്. അപ്പോൾ യുക്തിപൂർവം വിചാരം ചെയ്ത്, സൂക്ഷ്മ വിചാരം ചെയ്ത് ഞാൻ എന്നിൽ സത്ത്, ചിത്ത്, ആനന്ദഭാവത്തെ മനസ്സിലാക്കുന്നു. എന്നാൽ അപരിമിതമായ ബ്രഹ്മം തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് താൻ എന്ന ബോധ സാക്ഷാത്കാരത്തിലേക്ക് നിശ്ചയമായും ശാസ്ത്രപ്രമാണത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം ഇവിടെ ആധാരം, ആനന്ദം, ബോധം
എന്ന് മാത്രമായിരുന്നെങ്കിൽ അവിടെ ശാസ്ത്രം വരുന്നില്ല, വരേണ്ട ആവശ്യമില്ല എന്നർത്ഥം. വരുന്നില്ല എന്നല്ല, വരേണ്ട ആവശ്യമില്ല. എന്നാൽ അഖണ്ഡബോധം, അഖണ്ഡ ശബ്ദം വരുമ്പോഴത്തേക്ക് അത് വ്യഷ്ടി സമഷ്ടി ഭേദങ്ങൾക്കപ്പുറത്തുള്ള പൂർണ്ണമായി, അവിടെ ശാസ്ത്രമാണ് പ്രമാണം. അപ്പം സ്വന്തം യുക്തി കൊണ്ട് എത്തിച്ചേർന്ന സത്ത് ചിത്ത് ആനന്ദം എന്ന അതേ അനുഭവം ശാസ്ത്രപ്രമാണത്തിലൂടെ ഈ സച്ചിദാനന്ദമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് എന്ന ഏകത്വ സാക്ഷാത്കാരം. അതാണ് മഹാവാക്യങ്ങളെല്ലാം ഉപദേശിക്കുന്ന, തൻ്റെ എല്ലാ പരിമിതികൾക്കും ഉപരി തന്നെ പ്രതിഷ്ഠിക്കുന്ന കേവലമായ ജ്ഞാനം. ആ ഒരു ജ്ഞാനത്തിലേക്കാണ് ഇവിടെ നമ്മൾ എത്തുന്നത്. എന്താണ് ഇതിൻ്റെ ആധാരം? ഈ അവസ്ഥാത്രയത്തിനും ആധാരമായത് എന്ത് എന്ന് ചിന്തിച്ചപ്പോൾ അത് ആനന്ദമാണ്, അത് അഖണ്ഡബോധമാണ്. അഖണ്ഡബോധത്തിലൂടെ ചിത്ത് പറയപ്പെടുന്നു. ആ അഖണ്ഡത അറിയപ്പെടുന്നത് ശാസ്ത്രങ്ങളിലൂടെയാണ്, അഥവാ ശാസ്ത്രത്തിലൂടെ ആണ്. യസ്മിൻ ലയം യാതി പുരത്രയം ച, യസ്മിൻ യാതൊന്നിൽ, പുരത്രയം ച ലയം യാതി, പുരത്രയവും ലയിക്കുന്നു, പുരത്രയവും ഇല്ലാതാകുന്നു. ഈ ബോധത്തിൽ ജാഗ്രസ്വപ്ന സുഷുപ്തികൾ അപ്രസക്തമായി കൊഴിയുന്നു. ഇതാണ് പുരമഥനം, പുരനാശനം. ഈ പുരങ്ങളിലുള്ള താതാത്മ്യത്തെ ഇല്ലാതാക്കൽ. അപ്പോൾ താൻ അഖണ്ഡാത്മസ്വരൂപമാണെന്ന ബോധം വരുമ്പോൾ ഈ പുരത്രയത്തോടുള്ള താതാത്മ്യം പോയി. പുരത്രയമാണ് ജീവഭാവം. പുരത്രയ താതാത്മ്യമാണ് ജീവഭാവം, ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ. അപ്പോൾ അഖണ്ഡബോധം ഉദിച്ചപ്പോൾ പുരത്രയം എന്നുള്ള താതാത്മ്യം പോയി. പിന്നെ പുരത്രയം ഇല്ലാന്നല്ല പറയണത്, പുരത്രയം പിന്നെയുണ്ട്, പക്ഷെ അതിനോടുള്ള താതാത്മ്യം വിട്ടകന്നു. അപ്പോഴാണ് അവസ്ഥാത്രയ അതീതമാണ് തൻ്റെ സ്വരൂപം എന്നുള്ള ആ അഖണ്ഡിതമായ ബോധത്തിലേക്ക് ഉയർന്നു. ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ വാസ്തവത്തിൽ എന്താ സംഭവിച്ചേ? ഇത് ഉപനിഷത്തിൻ്റെ ഒരു കൗശലതയാർന്ന ഉപദേശ രീതിയാണ്. പല സന്ദർഭങ്ങളിലും വ്യഷ്ടിയെ പറയുന്നിടത്ത് ഉടനെ സമഷ്ടിയെ പറയും. ആത്മാവിനെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ഉടനെ ബ്രഹ്മത്തെക്കുറിച്ച് പറയും. ഇതെന്താ അത്? അപ്രകൃതമാണല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്രകൃതമല്ല. അവിടെയൊക്കെ ഉപനിഷത്ത് ഉദ്ദേശിക്കുന്നത് ആത്മബ്രഹ്മൈക്യമാണ്, വ്യഷ്ടി സമഷ്ടി ഐക്യമാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അനൈക്യത്തിന് കാരണമാകുന്ന അവിദ്യയെ നീക്കം ചെയ്യുന്നതും ഇത് രണ്ടും ഒന്നാണെന്ന ബോധത്തെ ആശ്രയിക്കുന്നതും ഒന്ന് തന്നെയാണ്. കാരണം ഒന്നാണെന്ന ബോധമില്ലാതിരുന്നതാണ് ഭിന്നകൽപ്പനയ്ക്ക് കാരണം. അതുകൊണ്ട് ഉപനിഷത്ത് വിശ്വനെ വർണ്ണിക്കുന്നിടത്ത് വൈശ്വാനരനെ പറയും. ഉദാഹരണം ഛാന്തോഗ്യം. വിശ്വനെ പറയുന്നിടത്ത് വൈശ്വാനരനെ പറയും. പ്രാജ്ഞനെ പറയേണ്ടിടത്ത് ഈശ്വരനെ പറയും. അപ്പം ചോദ്യം വരും, വൈശ്വാനരൻ ഈശ്വരൻ എന്ന് പറയുന്നതൊന്നും പരമസത്യമൊന്നും അല്ലല്ലോ. അതല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഉദ്ദേശിക്കപ്പെടുന്നത് വ്യഷ്ടി സമഷ്ടി ഇവയിലൂടെ പ്രകാശിക്കുന്ന ചൈതന്യത്തിൻ്റെ ഏകതയാണ്.
ആ ചൈതന്യ ഏകത്വം പറയുമ്പോഴാണ് ജീവബ്രഹ്മൈക്യം എന്നുള്ളത്. ജീവബ്രഹ്മൈക്യം എന്നുള്ള വാക്ക് ശരിയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പ്രയോഗിച്ചതാണ്. അവിടെ ആത്മബ്രഹ്മൈക്യം എന്നാണ് കൂടുതൽ പറയേണ്ടത്, ജീവേശ്വര ഐക്യം എന്നാണ് പറയേണ്ടത്. പക്ഷെ സാമാന്യ ലൗകിക തലത്തിൽ ജീവബ്രഹ്മൈക്യം എന്ന് പറയാം. അത് തന്നെയാണ് പറഞ്ഞത്. ആത്മബ്രഹ്മൈക്യം എന്നാണ് ശുദ്ധമായി പറയേണ്ടത്. എന്തുകൊണ്ട്? ജീവൻ ഉപാധിഗതനായതുകൊണ്ട് ജീവനോട് തുലനപ്പെടുത്തി പറയേണ്ടത് ഈശ്വരനെയാണ്, ഉപാധിഗതനായ ഈശ്വരനാണ്. അവിദ്യോപാധികൻ, വിദ്യോപാധികൻ. ആ ജീവന്റെ ഉപാധി വേർപെടുത്തുമ്പോഴാണ് ആത്മാ എന്നുള്ളത്, ഈശ്വരൻ്റെ ഉപാധി വേർപെടുത്തുമ്പോഴാണ് ബ്രഹ്മം എന്നുള്ളത്. അതുകൊണ്ട് ശുദ്ധമായ വേദാന്ത ഭാഷ ആത്മബ്രഹ്മൈക്യം എന്നാണ്, ജീവ ഈശ്വര എന്നാണ്, ജീവേശ്വര ഐക്യം. ജീവേശ്വര ഐക്യത്തിൻ്റെ ലക്ഷ്യാർത്ഥം ചിന്തിക്കുമ്പോഴാണ് ആത്മബ്രഹ്മൈക്യം എന്നുള്ളതിലേക്ക് എത്തിച്ചേരുന്നത്. അത് മറ്റൊരു സാമാന്യ ഉപദേശം ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, ഈ ജാഗ്രസ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥകളെ പറഞ്ഞ് ഇതിൻ്റെ ആധാരഭൂതമായ ആനന്ദം അഖണ്ഡബോധമാണെന്ന് പറഞ്ഞു. അഖണ്ഡ എന്നുള്ള ശബ്ദം വരുമ്പോഴത്തേക്ക് അത് വെഷ്ടിഭാവമൊക്കെ പോയി, അതിൻ്റെ അവിടെ ജീവ ഈശ്വര ഒക്കെ പോയി. പരമമായ സത്യം നിന്നു. അത് ഉൾക്കൊണ്ടാലേ അടുത്ത മന്ത്രം നമുക്ക് ഘടിപ്പിക്കാൻ പറ്റൂ. എന്താണ്? ഏതസ്മാജ്ജായതേ പ്രാണോ മനഃസർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപ പൃഥിവി വിശ്വസ്യ ധാരിണി. ഏതസ്മാജ്ജായതേ പ്രാണഃ മനഃസർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപ പൃഥിവി വിശ്വസ്യ ധാരിണി. ഏതസ്മാത് ജായതേ പ്രാണഃ. ഇതിൽ നിന്ന് പ്രാണൻ ജനിക്കുന്നു. പ്രാണൻ അവിടെ സമഷ്ടി പ്രാണൻ എന്ന് എടുത്തോളൂ, വിരോധമില്ല. ആത്മന യേഷ പ്രാണോ ജായതേ. ആത്മാവിൽ നിന്ന് തന്നെയാണ് ഈ പ്രാണൻ ജനിക്കുന്നത്. പ്രാണാദി സകല ഉപാധികളും, പ്രാണാദി സകല ഉപാധികളെന്ന് പറഞ്ഞാൽ പ്രാണൻ തുടങ്ങി നാമം വരെ ഉള്ള സകല കലകളും, പ്രാണൻ, പഞ്ചഭൂതങ്ങൾ, അങ്ങനെ പോകും. സകല കലകളും, ഏത് കലകളാലാണോ പ്രപഞ്ചം മുഴുവൻ, ആ കലകൾ മുഴുവൻ ഈ പരമസത്യത്തിൽ നിന്ന് തന്നെയാകുന്നു. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, കാരണത്തിൽ നിന്ന് ഭിന്നമായി കാര്യരൂപം എന്ന് നമ്മളിവിടെ എടുത്തുകൂടാ. കാരണത്തിൽ നിന്ന് ഭിന്നമായിട്ടാണ് കാര്യരൂപം സാമാന്യമായിട്ട്. ഇപ്പോൾ അരിയിൽ നിന്ന് ഭിന്നമാണ് ചോറ്, കാരണം ചോറ് ഒരിക്കലും ഇനി അരിയായി മാറില്ല. അതുപോലെ വികാരം ജനിക്കുന്ന ഭാവത്തിൽ ഇവിടെ മനസ്സിലാക്കാൻ പാടില്ല, മനസ്സിലാക്കിയാൽ തെറ്റും. മറിച്ച് കാരണം കാര്യാകാരേണ നിലകൊള്ളുന്നു എന്നുള്ള വിവർത്തവാദം മാത്രമേ ഇവിടെ സ്വീകരിക്കാൻ പറ്റൂ. പരിണാമം തുടങ്ങിയവ ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല.
അപ്പോൾ ആത്മാവിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ പ്രാണനുണ്ടായി എന്നുള്ളതല്ല. സ്വർണത്തിൽ നിന്ന് ഭിന്നമായ സ്വർണ്ണാഭരണം ഉണ്ടാവുന്നില്ല. സ്വർണ്ണാഭരണമായി ഇരിക്കുമ്പോഴും വസ്തു സ്വർണം തന്നെയാണ് എന്നതുപോലെ ഏത് ജഗതാകാരത്തിൽ നിലകൊള്ളുമ്പോഴും വസ്തു ഏകമാണ്. അല്ലാത്ത പക്ഷം ഭിന്നമായ കാര്യത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണോ ഭിന്നമായ കാര്യം ഉണ്ടാകുന്നത് അത് വികാരിയാണെന്ന് വരും. വികാരിയാണെങ്കിൽ നശിക്കുന്നതാണെന്ന് വരും. നശിക്കുന്നത് ബ്രഹ്മമല്ലല്ലോ. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് തദ്ഭിന്നമായ ജഗത്തുണ്ടായി എന്നാരും പറയരുത്. തദ്ഭിന്നമായ ജഗത്തുണ്ടായെങ്കിൽ ബ്രഹ്മം വികാരിയാണ്. വികാരി നശിക്കുന്നതാണ്, നശിക്കുന്നത് അബ്രഹ്മമാണ്.